ഞങ്ങളൊരു യാത്രയിലാണ്. ഏവർക്കും നമസ്കാരം. സ്പൈസി ട്രേക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. വെറുമൊരു യാത്രയല്ല, ഒരു പുണ്യയാത്ര. മനസ്സും ശരീരവും ഒരുപോലെ അർപ്പിച്ച് നമ്മൾ പോകുന്നത് കർണാടകയിലെ പുണ്യഭൂമിയായ ലക്ഷക്കണക്കിന് ഭക്തരുടെ ആശ്രയ കേന്ദ്രമായ കൊല്ലൂർ മൂകാംബികാ ദേവിയുടെ സന്നിധിയിലേക്കാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞാൽ 2-ാം ദിവസം മൂകാംബിക ക്ഷേത്ര ദർശനവും 3-ാം ദിവസം കൊടജാദ്രി മലനിരകളിലേക്കൊരു സാഹസിക യാത്രയും 4-ാം ദിവസം പ്രശസ്തമായ മുരുടേശ്വർ ക്ഷേത്ര ദർശനവും പിന്നെ 5-ാം ദിവസം മടക്കയാത്രയുമാണ്. അതുകൊണ്ട് ഒട്ടും വൈകാതെ നമുക്ക് യാത്ര ആരംഭിക്കാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. രാവിലെ 9:15 നേത്രാവതി എക്സ്പ്രസ്സിലാണ് യാത്ര. പിറ്റേ ദിവസം അർദ്ധരാത്രി 12:30 ഞങ്ങൾ ബൈന്ദൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. വണ്ടി സ്റ്റേഷനിൽ തന്നെ പെയ്ഡ് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ടാക്സി എടുത്ത് സ്റ്റേഷനിൽ വരുന്നതിലും ഭേദം സ്വന്തം വണ്ടി കൊണ്ടുവന്ന് പാർക്കിങ്ങിലിട്ട് പാർക്കിംഗ് ഫീസ് കൊടുക്കുന്നതാണ്. സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ട്രെയിനിൻ്റെ അറിയിപ്പുകൾ വന്നു തുടങ്ങിയിരുന്നു. ഉള്ളിലൊരു പ്രത്യേക ആവേശവും ആകാംക്ഷയും നിറഞ്ഞു. എണ്ണയും വീഡിയോയിൽ കാണിക്കടാ എന്നും പറഞ്ഞ് അളിയൻ ശ്വാസം പിടിച്ച് കാത്തു നിൽക്കുകയാണ്. യാത്രക്കിടയിൽ കഴിക്കാനായി കുറച്ച് ഫ്രൂട്ട്സൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. കുട്ടികളുള്ളതുകൊണ്ട് യാത്രകളിൽ കുറച്ച് പഴവർഗ്ഗങ്ങൾ കയ്യിൽ കരുതാറാണ് പതിവ്. എൻ്റെ പെങ്ങളുടെ കുട്ടികൾ അധികം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ആകാംക്ഷയിലാണ്. എൻ്റെ സഹോദരി ഭർത്താവാകട്ടെ ട്രെയിൻ എടുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പർ ബർത്തിൽ കയറി നല്ല കൂർക്കം വലി തുടങ്ങി. അധികം വൈകാതെ അമ്മയും മെല്ലെ മയക്കത്തിലേക്ക് പ്രവേശിച്ചു. യഥാർത്ഥത്തിൽ കുടുംബത്തോടൊപ്പമുള്ള ഈ ട്രെയിൻ വണ്ടി യാത്ര ഒരു സവിശേഷ അനുഭവം തന്നെയാണ്. തിരക്കേറിയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും ഒരുമിച്ച് സമയം ചിലവഴിക്കാനും ഇത് അവസരമൊരുക്കുന്നു. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ട്രെയിനിലാണ് ഇരിക്കുന്നത്. ഞങ്ങളൊരു യാത്രയിലാണ്. മൂകാംബിക ദേവീക്ഷേത്രത്തിലാണ് പോകുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇത്തരം യാത്രകൾക്കായി സമയം കണ്ടെത്തേണ്ടതാണ്. ഈ ജനലഴികളിലൂടെ പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ വരും ദിവസങ്ങളിലെ യാത്രാ പരിപാടികൾ ഞാൻ മനസ്സിൽ ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു. ഏകദേശം 1 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം രാത്രി 1-നോടടുത്ത് ഞങ്ങൾ ബൈന്ദൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നതായിരിക്കും. ആ അർദ്ധരാത്രിയിൽ മറ്റു വഴികളൊന്നും അന്വേഷിക്കാതെ ഞങ്ങളൊരു ടാക്സി വാടകയ്ക്കെടുത്തു. സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. ടാക്സിക്ക് 1000 രൂപയായി. യാത്രക്കിടയിൽ ഡ്രൈവറുമായി സംസാരിച്ച് താമസ സൗകര്യങ്ങളെക്കുറിച്ചും സമീപത്തെ സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. വനത്തിലൂടെയുള്ള രാത്രിയാത്ര ഒരു വേറിട്ട അനുഭവമായിരുന്നു. ഞങ്ങൾ മുൻകൂറി മുറി ബുക്ക് ചെയ്തിരുന്നില്ല. കർണാടക സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിൽ 500 രൂപയ്ക്ക് മുറികൾ ലഭ്യമാണ്. കർണാടക ടെമ്പിൾസ് അക്കോമഡേഷൻ.com എന്ന വെബ്സൈറ്റ് വഴി ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ സൗകര്യം ഓർത്ത് ഞങ്ങളൊരു സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുക്കാൻ തീരുമാനിച്ചു. അധികം അലയാതെ തന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ അനുയോജ്യമായൊരു മുറി ലഭിച്ചു. പ്രഭാതത്തിൽ ദർശനത്തിന് പോകേണ്ടതിനാൽ എത്രയും പെട്ടെന്ന് വിശ്രമിക്കാനായി ഞങ്ങൾ മുറിയിലേക്ക് പോയി. രാവിലെ ഉണർന്ന് ബാൽക്കണിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. ദൂരെ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കൊടജാദ്രി മലനിരകൾ. മുറിയിൽ നിന്ന് തന്നെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയും ലഭ്യമായിരുന്നു. ആ പ്രഭാത ദൃശ്യം മനസ്സിന് വല്ലാത്തൊരു കുളിർമ പാർന്നു. എല്ലാവരും വേഗത്തിൽ തയ്യാറായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പുറത്ത് മഴയുണ്ടായിരുന്നെങ്കിലും ഭക്തർക്ക് നനയാതിരിക്കാൻ ക്ഷേത്രത്തിൽ മേൽക്കൂരകൾ ഒരുക്കിയത് വളരെ ആശ്വാസമായിരുന്നു. ഇതെൻ്റെ ആദ്യത്തെ മൂകാംബിക ദർശനമായതിനാൽ ആകാംക്ഷയും ഭക്തിയും ഒരുപോലെ മനസ്സിൽ നിറഞ്ഞു. ഈ ക്ഷേത്രത്തിന് പിന്നിൽ വിപുലമായൊരു ഐതിഹ്യമുണ്ട്. കോല മഹർഷി എന്നൊരു ഋഷി ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തെ കംഹാസുര എന്നൊരു അസുരൻ നിരന്തരം ഉപദ്രവിച്ചിരുന്നു. ഒടുവിൽ ദേവിയുടെ സഹായത്താൽ ആ അസുരനെ നിഗ്രഹിക്കുകയും മരണക്കിടക്കയിൽ വെച്ച് അസുരന്റെ അഭ്യർത്ഥന പ്രകാരം ഈ സ്ഥലത്തിന് കൊല്ലൂർ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. സംസാരശേഷിയില്ലാത്ത അസുരനെ നിഗ്രഹിച്ചതിനാൽ ദേവിക്ക് മൂകാംബിക എന്ന പേരും ലഭിച്ചു. മറ്റേതൊരു പുരാതന ക്ഷേത്രത്തെ പോലെയും കൊല്ലൂർ മൂകാംബികയിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വളരെ കർശനമായ വസ്ത്രധാരണ നിയമങ്ങൾ നിലനിൽക്കുന്നു. ക്ഷേത്ര ദർശനത്തിന് പോകുന്നവർ ഇത് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. അതായത് ഷർട്ട്, ബനിയൻ, തൊപ്പി, ടൈ തുടങ്ങിയവ ഒന്നും പാടില്ല. അതുപോലെ പാശ്ചാത്യ രീതിയിലുള്ള പാൻസ് ധരിച്ചും ക്ഷേത്ര പരിസരത്ത് പ്രവേശനം അനുവദിക്കുന്നതല്ല. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാണ്.
പാൻസോ മറ്റ് പാശ്ചാത്യ വസ്ത്രങ്ങളോ ധരിച്ച് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അവർ നിർബന്ധമായും ബ്ലൗസോടുകൂടിയ സാരി അല്ലെങ്കിൽ ദുപ്പട്ടയോടുകൂടിയ സൽവാർ ചുരിദാർ ധരിക്കണം. ജീൻസ്, സ്കർട്ട്, ഷോർട്ട് ടോപ്പുകൾ തുടങ്ങിയ പാശ്ചാത്യ വസ്ത്രങ്ങൾ ക്ഷേത്ര പരിസരത്ത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാന ഐതിഹ്യം ആദിശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ദേവിയോട് കേരളത്തിൽ വന്ന് കുടികൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. ദേവി ഒരു നിബന്ധന വെച്ചു: ഞാൻ നിന്റെ പിന്നാലെ വരാം, പക്ഷേ ലക്ഷ്യസ്ഥാനം എത്തുന്നതുവരെ നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ശങ്കരാചാര്യർ മുന്നിലും ദേവി പിന്നാലെയും യാത്ര തുടർന്നു. കൊല്ലൂർ എത്തിയപ്പോൾ ദേവിയുടെ കാലിലെ ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെയായി. സംശയം തോന്നിയ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി. അതോടെ നിബന്ധന ലംഘിക്കപ്പെട്ടു. ദേവി അവിടെ തന്നെ കുടികൊള്ളാൻ തീരുമാനിച്ചു. ആ സ്ഥലമാണ് ഇന്നത്തെ മൂകാംബിക ക്ഷേത്രം. ക്ഷേത്രം സാധാരണയായി രാവിലെ 5 മണിക്ക് തുറക്കും. ഉച്ചയ്ക്ക് 1:30 അടച്ച് വൈകുന്നേരം 5 മണിക്ക് വീണ്ടും തുറക്കും. രാത്രി 9 മണി വരെ ദർശനമുണ്ടാകും. ഇവിടെ ദേവി സരസ്വതി, ലക്ഷ്മി, ദുർഗ ഭാവങ്ങളിൽ കുടികൊള്ളുന്നു. ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച പഞ്ചലോഹ വിഗ്രഹമാണ് പ്രധാന പ്രതിഷ്ഠ. അതിന് പിന്നിലായി സ്വയംഭുവായ ജ്യോതിർലിംഗവുമുണ്ട്. ഈ ലിംഗത്തിലെ സ്വർണ്ണരേഖ ഇടത്തും വലത്തും ഭാഗങ്ങളെ വേർതിരിക്കുന്നു. ഇത് ത്രിമൂർത്തികളെയും ത്രിദേവികളെയും ഒന്നിച്ച് പ്രതിനിധീകരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നെയ്വിളക്ക് കത്തിക്കുന്നത്. ദേവിയുടെ മുന്നിലുള്ള വലിയ ദീപസ്തംഭത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യത്തിനും വിദ്യാലാഭത്തിനും വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നു. ദർശനത്തിന് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ക്യൂവിൽ നിന്ന് ദേവിയെ ദർശിക്കുമ്പോൾ ആ ക്ഷീണമൊക്കെ പൊമ്പ കടക്കും. സ്വർണ്ണമുഖാവരണം ചാത്തിയ ദേവിയുടെ വിഗ്രഹം കണ്ടു തൊഴുമ്പോൾ മനസ്സിലൊരു പ്രത്യേക ശാന്തത അനുഭവപ്പെട്ടു. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പുറത്ത് നിരവധി വെജിറ്റേറിയൻ ഹോട്ടലുകളുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ദോശയും ഇഡ്ഡലിയും കഴിച്ചു. അങ്ങനെ മൂകാംബിക അമ്മയെ തൊഴുതു. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള അന്നപ്രസാദം കഴിക്കാനായിരുന്നു പ്ലാൻ. അതിനായി പ്രത്യേകം ഒരു ഹാളുണ്ട്. അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കായിരുന്നു. ചേച്ചിയുടെ മോൻ നല്ല വലിപ്പവും നീളവും ഉള്ളതുകൊണ്ട് ഈ തിരക്കിൽ താഴെ നിർത്തിയാൽ പൊടി പോലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ ഞാൻ എൻ്റെ ചുമലിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. കുറേ നേരം കാത്തു നിന്നതിന് ശേഷം ഞങ്ങൾക്കും പ്രസാദം ലഭിച്ചു. വളരെ ലളിതമായ ഭക്ഷണമാണ്. ചോറും സാമ്പാർ പോലൊരു കറിയും പിന്നെ തൈരുമുട്ട. വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. ഇതൊരു പ്രസാദമാണെന്ന് കരുതിയാൽ മതി. താഴെ നിലത്തിരുന്നാണ് കഴിക്കേണ്ടത്. കാരണം ബെഞ്ചുകളൊന്നും അധികം കാണാനിടയായില്ല. മഴ മാറിയിട്ടില്ല. എപ്പോഴും മഴയായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ റൂമിലേക്ക് നടന്നു നീങ്ങി. ക്ഷേത്ര ദർശനമായതുകൊണ്ടാവാം അമ്മയും അച്ഛനും ഒരു മടിയുമില്ലാതെ ഞങ്ങളെക്കാൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. അന്നദാനം കഴിഞ്ഞ് റൂമിൽ പോയി കുറച്ചുനേരം വിശ്രമിച്ചു. വൈകുന്നേരം ക്ഷേത്രത്തിൽ ഭരതനാട്യം പോലുള്ള കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ ആസ്വദിച്ചു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് രാത്രിയിലെ അത്താഴപൂജയ്ക്ക് ശേഷമുള്ള കഷായ തീർത്ഥം. ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ കഷായം വാങ്ങാൻ ഭക്തരുടെ വലിയ തിരക്കാണ്. ഒരിക്കൽ ശങ്കരാചാര്യർക്ക് കഠിനമായ അസുഖം പിടിപെട്ടപ്പോൾ സാക്ഷാൽ മൂകാംബിക ദേവി തന്നെ കുടജാദ്രിയിലെ ദിവ്യമായ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചൊരു കഷായം തയ്യാറാക്കി അദ്ദേഹത്തിന് നൽകി രോഗശാന്തി നൽകിയെന്നാണ് വിശ്വാസം. ഈ സംഭവത്തിന്റെ സ്മരണയ്ക്കായാണ് ക്ഷേത്രത്തിൽ കഷായ തീർത്ഥം ഒരു പ്രധാന നിവേദ്യമായി നൽകി തുടങ്ങിയത്. വാതരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മറ്റു ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ ശമിപ്പിക്കാൻ ഈ തീർത്ഥത്തിന് കഴിയുമെന്നാണ് ഭക്തരുടെ ഉറച്ച വിശ്വാസം. എല്ലാ ദിവസവും രാത്രി 8:30 നടക്കുന്ന അത്താഴപൂജയ്ക്ക് ശേഷമാണ് കഷായ തീർത്ഥം വിതരണം ചെയ്യുന്നത്. എല്ലാവരുടെയും കയ്യിൽ കുപ്പികളുണ്ട്. ഞങ്ങളും ഒരു കുപ്പി വാങ്ങി ക്യൂവിൽ നിന്ന് ആ പ്രസാദം വാങ്ങി. ക്ഷേത്രനട അടയ്ക്കുന്നതിന് തൊട്ടു മുൻപായി ഏകദേശം 9 മണിയോടുകൂടി ഭക്തർക്ക് ഈ ഔഷധ തീർത്ഥം പ്രസാദമായി ലഭിക്കും. രാത്രി 9 മണിയോടെ ക്ഷേത്രം അടയ്ക്കും. ഞങ്ങൾ ഒന്നുകൂടി ശാന്തമായി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ മൂകാംബികയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നാളെ രാവിലെ നമ്മൾ പോകുന്നത് കൊടജാദ്രി മലനിരകളിലേക്കാണ്. ഒരു ജീപ്പ് സഫാരിയിലൂടെ കോടമനിര വകമാറ്റിയ ആ മലമുകളിലേക്കൊരു യാത്ര. ആ സാഹസിക യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വ്ലോഗിൽ കാണാം. ഈ മൂകാംബിക സന്നിധിയിൽ വന്നു പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതൊരു വലിയ പുണ്യമായി കരുതുന്നു. വാക്കുകൾക്കും വികാരങ്ങൾക്കും അതീതമായൊരു ശക്തി ഇവിടെയുണ്ട്. സർവ്വചരാചരങ്ങളുടെയും അമ്മയായ ജഗദംബികയുടെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
ലോകസമസ്ത സുഖിനോ ഭവന്തു. നന്ദി. संत समागम